ഭയപ്പെടേണ്ട. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 13-ാം വാക്യമാണ് ഈ പ്രഭാതത്തിൽ നാം ദൈവവചനം ധ്യാനിക്കുന്നത്. ഭയം മനുഷ്യനെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. പല ഭയങ്ങളും നിമിത്തം പലതും ചെയ്യാൻ പോലും കഴിയാതെ നമ്മൾ ക്ഷീണിച്ചിരിക്കുന്നവരാണോ? എന്നാൽ അങ്ങനെ ഇരിക്കുന്നവരോട് ഒന്നാമത്തെ സന്ദേശം, ഇന്നത്തെ സാഹചര്യം ഓർത്ത് ഭയപ്പെടേണ്ട. 10, 11, 12 വാക്യത്തിൽ ഏലിയാവ് സാരാപാത്തിലെ വിധവയോട് പറയുകയാണ്, എനിക്കല്പം വെള്ളം വേണം, നീ പോയിട്ട് വരുമ്പോൾ ഒരു കഷ്ണം അപ്പം കൂടെ നിന്റെ കയ്യിലെടുത്തു കൊണ്ടുവരണം. അപ്പോൾ സാരാപാത്തിലെ വിധവ പറയുകയാണ്, ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എൻ്റെ കയ്യിലില്ല. അത് ഈ വിറക് എടുത്തുകൊണ്ടുപോയി ഞങ്ങൾ കഴിച്ചിട്ട് മരിക്കാൻ പോവുകയാണ്. ഇന്നത്തെ സാഹചര്യത്തെ അവൾ ഏലിയാവിനോട് പറയുന്നു. ഇത് സാരാപാത്തിലെ വിധവയുടെ മാത്രം പ്രശ്നമല്ല, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെയും പ്രശ്നമല്ലേ? ഇന്നത്തെ സാഹചര്യങ്ങൾ ഓർത്ത് നീ ഭയപ്പെടുകയല്ലേ? ഇന്നത്തെ ആ സാഹചര്യം, ഇന്നത്തെ ആ രോഗത്തെ ഓർത്ത്, ഇന്നത്തെ ആ സാമ്പത്തിക ഞെരുക്കത്തെ ഓർത്ത്, ഇന്നത്തെ ആ ജീവിതത്തിൻ്റെ ആ ത്യാഗത്തെ ഓർത്ത് വല്ലാതെ ഭയപ്പെടുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇന്നത്തെ സാഹചര്യത്തെ ഓർത്ത് ഭയപ്പെടേണ്ട. ക്ഷീണിച്ചിരിക്കുന്ന ചില മനസ്സുകളെ ദൈവം ഈ പ്രഭാതത്തിൽ ബലപ്പെടുത്തുന്നു. ഇന്നത്തെ സാഹചര്യം ഓർത്ത്. ഹല്ലേലൂയ. ഇന്നത്തെ സാഹചര്യം ഓർത്ത് നീ ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ ദൂതായി ഏറ്റെടുക്കുക. ഇന്ന് നീ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ ഓർത്ത് നീ ഭയപ്പെടേണ്ട. ഇന്നത്തെ ആ സാമ്പത്തിക പ്രശ്നത്തെ ഓർത്ത്, ജീവിതത്തിൽ വന്ന ആ പ്രതിസന്ധിയെ ഓർത്ത് നീ ഭയപ്പെടേണ്ട. ഇന്നത്തെ സാഹചര്യം ഓർത്ത് ഭയപ്പെടേണ്ട. രണ്ടാമത്തെ ചിന്ത, ഭയപ്പെടാതെ പറഞ്ഞത് ചെയ്യുക. 17-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക. പലപ്പോഴും പലതും ചെയ്യുവാൻ ദൈവം നമുക്ക് പ്രാപ്തിയും അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ദൈവം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യം ഓർത്ത് ചിലത് ചെയ്യാതെ നാം ഒഴിഞ്ഞു മാറുന്നു, വേണ്ടെന്ന് വെക്കുന്നു. എന്നെ കൊണ്ടിത് ചെയ്യാൻ കഴിയുകയില്ല. ഈ സാഹചര്യം ഒന്ന് മാറുകയാണെങ്കിൽ, ഇന്നത്തെ ആ നിരാശയൊന്ന് മാറുകയാണെങ്കിൽ, ഇന്നത്തെ ആ മരണഭയം ഒന്ന് മാറുകയാണെങ്കിൽ, ഇന്നത്തെ ആ വെല്ലുവിളി ഒന്ന് മാറുകയാണെങ്കിൽ, ഞാൻ ചിലത് ചെയ്തോളാം. അങ്ങനെയല്ല. ഇന്നത്തെ സാഹചര്യത്തെ ഓർത്ത് ഭയപ്പെടാതെ ദൈവം പറഞ്ഞത് ചെയ്യുക. കാനാവിലെ കല്യാണത്തിന് ആ ദാസന്മാർ പറഞ്ഞത് ചെയ്തപ്പോൾ ഒരു ദൈവിക ഇടപെടൽ വെളിപ്പെട്ടതുപോലെ നാം പറഞ്ഞത്, ദൈവം നമ്മെ ഏൽപ്പിച്ചത് ചെയ്യുക. ഇന്നത്തെ ചില പ്രശ്നങ്ങൾ കാരണം നിനക്ക് ചിലത് ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ ഭയപ്പെടാതെ പറഞ്ഞത് ചെയ്യുക. മൂന്നാമത്തെ ചിന്ത, ഭാവിയെ ഓർത്ത് ഭയപ്പെടേണ്ട. 14 മുതലുള്ള വാക്യങ്ങളിൽ ഏലിയാവ് പറയുന്നു,
ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല. എലിയാവ് പറഞ്ഞതുപോലെ അവൾ ചെയ്തു. അങ്ങനെ അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. നീ ഭാവിയെ ഓർത്ത്, നിനക്കൊരു ഭാവിയില്ലെന്നോർത്ത് നീ ഇനി വ്യാകുലപ്പെടണ്ട. നിനക്ക് വേണ്ടി, ഭാവിക്ക് വേണ്ടി ഉള്ളത് സ്വർഗത്തിലെ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. നീ കണ്ടിട്ടില്ലാത്തത്, കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ചില ദൈവിക ഇടപെടലുകൾ സ്വർഗം ചെയ്യുന്നു. ഭാവിയെ ഓർത്ത് ഭയപ്പെടേണ്ട. കർത്താവേ, ഭയപ്പെടേണ്ട എന്ന ദൈവശബ്ദം കേട്ട് ഞങ്ങളുടെ ജീവിതയാത്ര മുമ്പോട്ട് നയിപ്പാൻ കൃപ നൽകണം. ഇന്നത്തെ ഈ പ്രഭാതം അനുഗ്രഹമാക്കണം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗാഡ് ബ്ലസ് യു.